ಗಾಯದ ಸಮಯದಿ ಆಶ್ವಾಸವಾದನಿ, ಬಾರದ ಈರುಳಲ್ಲಿ ಬೆಳಕಾಗಿ ಬಂದೇನೆ. ಗಾಯದ ಸಮಯದೇ ಆಶ್ವಾಸವಾದನಿ, ಭಾರದ ಈರುಳಲ್ಲಿ ಬೆಳಕಾಗಿ ಬಂದೆನೆ. ನೀ ನನ್ನ ಪ್ರೀತಿಸಲು ನಾ ಯೋಗ್ಯನೋ ರಾಜ, ನೀ ನನ್ನ ನೆನಸಲು ನನ್ನ ಮನೆ ಎಷ್ಟೊಂದು. ನೀ ನನ್ನ ಪ್ರೀತಿಸಲು ನಾ ಯೋಗ್ಯನೋ ರಾಜ, ನೀ ನನ್ನ ನೆನಸಲು ನನ್ನ ಮನೆ ಎಷ್ಟರಾದು. ನೀ ನನ್ನ ನೆನಸಲು ನನ್ನ ಮನೆ എഷ്ടരാതു. വർത്തമാനം പറഞ്ഞിട്ട് 1 വർഷം ആകാൻ പോവുക. വർത്തമാനം പറഞ്ഞിട്ട് ഈ 1 വർഷം എങ്ങനെയാണ് മുൻപോട്ട് പോയത്? ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ആളുകളുമായി ആശയവിനിമയം നടത്തേണ്ടി വന്ന ഒരു മനുഷ്യനാണ് സക്കറിയ പുരോഹിതൻ. നിങ്ങൾക്കറിയാം അല്ലേ? ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവിടെ കിട്ടുന്നുണ്ട്. ഹലോ, എഴുന്നേറ്റോ? സ്വത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആമേൻ. ഞാനും സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. സക്കറിയാവിൻ്റെ കാര്യം രാവിലെ പറയാൻ വരിക. ഈ സക്കറിയാവിൻ്റെ ലൈഫും എലിസബത്ത് സക്കറിയാവിൻ്റെ ആ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 1 വർഷത്തോളം മിണ്ടാൻ പറ്റാതിരുന്നൊരു മനുഷ്യൻ അല്ലേ? ഒറ്റ വർഷം. 1 വർഷത്തിന് ശേഷം ഈ യോഹന്നാൻ എന്ന മകൻ ഉണ്ടായ സമയത്താണ് സക്കറിയാവിന് സംസാരിക്കാൻ കഴിഞ്ഞത്. എപ്പോഴാ? ഉണ്ടായതിന് ശേഷം സംസാരിക്കാൻ പറ്റിയില്ല. പേര് മായിട്ടുള്ള ബന്ധത്തിൽ, യോഹന്നാൻ്റെ പേരുമായിട്ടുള്ള ബന്ധത്തിൽ, ആ പേരിനോടുള്ള ബന്ധത്തിലാണ് ആ ബന്ധനം അഴിഞ്ഞു മാറി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇല്ലേ? സ്തോത്രം. അദ്ദേഹം സാധാരണ യോഹന്നാൻ്റെ അപ്പനായ ഈ പുരോഹിതനായിരിക്കുന്ന സക്കറിയാവിൻ്റെ പേര് തന്നെ ഇടാൻ വേണ്ടിയുള്ളൊരു ശ്രമം അവിടെ ഉള്ളവർ നടത്തുന്നുണ്ട് അല്ലേ? ശ്രമം നടത്തുന്നുണ്ട്. സക്കറിയാവിൻ്റെ പേരിട്ടാലോ എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഉടനെ യോഹന്നാൻ്റെ അമ്മയായ എലിസബത്ത് പറഞ്ഞു, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന പേരിടേണ്ടത് എന്ന് പറഞ്ഞു. ശരി, അപ്പനോട് ചോദിക്കാം. അപ്പനെന്താ? അപ്പൻ്റെ അഭിപ്രായം അറിയണമല്ലോ. ചുമ്മാ അമ്മയുടെ അഭിപ്രായം അല്ല മാത്രം പോരല്ലോ, അപ്പൻ്റെ അഭിപ്രായം അറിയണം കേട്ടോ. എല്ലാ വീട്ടിലും അപ്പൻ്റെ അഭിപ്രായം അറിയണം. അപ്പൻ്റെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ടേ മക്കൾക്ക് പേരിടാവൂ. ചുമ്മാ കയറി ഞാൻ അവനെ ഇങ്ങനെ വിട്ടേക്കുന്നത്, നിങ്ങളെന്തിനാ അങ്ങനെ കേട്ടെന്ന് ചോദിക്കരുത് കേട്ടോ. ആമേൻ. അപ്പൻ്റെ അമ്മയുടെയും അഭിപ്രായം പറഞ്ഞ് പേര് ചേർക്കാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ദാനിയേൽ എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ ദാനിയേൽ. എനിക്ക് ദാനിയേൽ എന്നുള്ള പേര് വരാൻ കാരണം, ഞാൻ അനാഥശാല ചെല്ലുന്ന സമയത്ത് അവിടെ അന്ന് എന്നെ ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാബു എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ബാബു, വീട്ടിൽ എന്നെ വിളിക്കുന്ന പേര് ബാബു. അപ്പോൾ ഈ ബാബു എന്ന് ഒരു കുട്ടീനെ വിളിക്കുമ്പം 10-12 ബാബുവാണ് ഓടി വരുന്നത്. അപ്പം എൻ്റെ അമ്മ അനാഥശാല വന്നപ്പം സാറുമാർ പറഞ്ഞു, പിള്ളേർക്കെല്ലാം ഒരേ പേരാണ്, അതുകൊണ്ട് നിങ്ങളൊരു പേര് നിർദ്ദേശിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ ഇട്ട പേരാണ് ദാനിയേൽ. ആ ദാനിയേൽ എന്നുള്ള പേരാണ് അന്ന് തോമസ് കുട്ടി സാറും രായൻ സാറെല്ലാം കൂടി എനിക്ക് ആ പേരാണ് ഇട്ടത്. എൻ്റെ സ്കൂളിൽ ചെന്ന് സാറുമാരാണ് എൻ്റെ പേര് മാറ്റിയത്. എൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞാൽ
സ്കൂളിൽ ചേർത്തപ്പം എന്നെ ഒരു വർഷം സ്കൂളിൽ ചേർത്തില്ലായിരുന്നു. കാരണം എനിക്ക് സ്കൂളിൽ ചേർക്കാനുള്ള 5 വയസ്സായില്ല, 4 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ സ്കൂളിൽ ചേർത്തില്ല. ഒരു വർഷം ഞാൻ അതിലെ കൊച്ചിരാജ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ എരുമയുടെ പുറകെ നടക്കുകയായിരുന്നു. സ്തോത്രം. അപ്പം എനിക്ക് ആ പേരിട്ടു, ദാനിയേൽ എന്ന പേരിട്ടു. സ്തോത്രം. ഇവിടെ സെക്കരിയാവിൻ്റെ അമ്മ പറയുകയാണ് അവന് ദാനിയേൽ എന്ന പേര് അല്ല, യോഹന്നാൻ എന്ന പേരിടണം കേട്ടോ, യോഹന്നാൻ എന്ന പേരിടണം. ഉടനെ അപ്പനോട് അഭിപ്രായം ചോദിക്കണം. അപ്പം വർത്താനം പറയുകയല്ല കേട്ടോ, അപ്പൻ ആംഗ്യഭാഷയിലാണ് അപ്പൻ സംസാരിക്കുന്നത്. ഉടനെ അപ്പം പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഒരു എഴുത്തുപലക തരാൻ പറഞ്ഞു. എഴുത്തുപലക, ഒരു എഴുത്തുപലക കൊണ്ട് കൊടുത്തു. നമ്മുടെ ഭാഷ പറഞ്ഞ സ്ലൈറ്റ് കൊണ്ട് കൊടുത്തു. സ്ലൈറ്റ് ഒരു എഴുതാൻ പറ്റുന്നത്. അതിൽ അദ്ദേഹം എഴുതി. എന്താണെന്നറിയാം എന്നാ പേരിട്ടിട്ടുണ്ടെന്ന്. ഈ അമ്മ പറഞ്ഞ അതേ പേര് പാവം അദ്ദേഹം പറയാം യോഹന്നാൻ എന്ന് എഴുതി. കേട്ടോ, എന്തൊരു അപ്പനും അമ്മയും ഒരേപോലെ അല്ലേ ഒരു പേര് നിർദ്ദേശിക്കുക. സ്തോത്രം. ആ പേരിട്ടു, യോഹന്നാൻ എന്ന പേര്. എഴുത്തു പലക കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 61 മുതലുള്ള വാക്യങ്ങൾ. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഏത് പേരാ? യോഹന്നാൻ എന്ന പേര്. പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. ഈ സെക്കരിയാവിനോടെ ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്ത് പലക ചോദിച്ചു. അവൻ്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും എല്ലാവരും വണ്ടടിച്ചു പോയി. കാരണം ഈ സഹോദരി എലിസബത്ത് അമ്മച്ചി പറഞ്ഞ പേരും യോഹന്നാൻ എഴുതി കൊടുത്ത പേരും രണ്ടും ഒന്ന് തന്നെ. എന്തൊരു മാജിക്ക അല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞ എന്തൊരു മാജിക്ക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. കണ്ടോ, വായും, പ്രത്യേക ശ്രദ്ധിക്കണം സെൻറ്റൻസേ, അവൻ്റെ വായും നാവും തുറന്നു. വായും നാവും തുറന്നു. വാ തുറന്നു, നാവ് തുറന്നു. ഇരിക്കുമായിരുന്നു ഇത്ര ദിവസമായിട്ട്. വാ തുറന്നു, നാവും തുറന്നു, രണ്ടും തുറന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, ദൈവത്തെ സ്തുതിച്ചു. എന്നാ ഒരു അത്ഭുതം അല്ലേ. പേര് പലകയിൽ എഴുതിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് പിന്നെ നടന്നത്. പേര്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങളുടെ പേര് എഴുതി വെച്ചു. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ചില നാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭവന സന്ദർശനം ഏത് വീട്ടിലും ചെന്ന് കയറാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം, നേരത്തെ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. അല്ലാതെ നമുക്ക് ഓടിച്ചെന്ന് ഗേറ്റും തുറന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. നേരത്തെ അവർ ചോദിക്കണം, അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ പേര് അവരുടെ വീടിൻ്റെ മതിലാലോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അവരുടെ വീടിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, വീട്ടുപേര് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഈ വീട്ടുപേരൊക്കെ കേരളത്തിലേ ഉള്ളൂ കേട്ടോ. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടുപേരൊന്നും ഇല്ല, ചുമ്മാ ഡോർ നമ്പറേ ഉള്ളൂ കേട്ടോ. അത് പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പല സംസ്ഥാനങ്ങളിൽ ഞാൻ ചെന്നപ്പം അവിടെ ഒന്നും വീട്ടുപേരില്ല, അവിടെയൊക്കെ ഡോർ നമ്പറാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ വലിയ വീട്ടുപേരും പൊക്കി പിടിക്കാൻ നടക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. പക്ഷേ പല സംസ്ഥാനത്തിനും വീട്ടുപേരില്ല, എല്ലാം ഡോർ നമ്പറാണ് കേട്ടോ. ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ ഒരു പുതിയ അറിവല്ലേ. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ പേര് എഴുതി വെച്ചിരിക്കുക. ആ പേര് പലകയിൽ എഴുതിയപ്പോൾ അവൻ്റെ വായും നാവെല്ലാം തുറന്നു. സെക്കരിയാവ് സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. സ്തോത്രം. കാരണം എന്താണെന്നറിയോ, ദീർഘവർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന ഈ കുടുംബം ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് മാത്രമല്ല, അത് മുഖാന്തരം തൻ്റെ അവിശ്വാസം നിമിത്തമാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി അത് കഴിഞ്ഞിട്ട് അവിടെ സംഭവിച്ചത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. 64-ാം വാക്യം, 65-ാം വാക്യം. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. ദേശം മുഴുവൻ ഈ വാർത്ത പരന്നു. കണ്ടോ, അത്രയ്ക്ക് ദൈവപ്രവൃത്തിയായിരുന്നു ദൈവം പ്രതീക്ഷിക്കുക അവിടെ. ഞാനിന്ന് രാവിലെ നിങ്ങളോട് പറയാൻ വരുന്നത് എന്താണെന്നറിയോ, നിങ്ങളുടെ പേര് കൊണ്ട് ദേശത്ത് ദൈവനാമം മഹത്വപ്പെടണം. നിങ്ങളുടെ പേര് കൊണ്ട്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് കൊണ്ട് ദേശത്ത് ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ പേര് നിമിത്തം ദേശം, ആമേൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തെ നിറയ്ക്കുന്നതായി മാറും. യോഹന്നാൻ ജനിച്ചത് തന്നെ ആ നാട്ടിലെ വലിയ അത്ഭുതമാണ്. കാരണം വെച്ചാൽ വയസ്സായ സമയത്താണ് യോഹന്നാൻ ജനിക്കുന്നത്. അതിനേക്കാളും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ, അതായത് ഈ സഹോദരി കൺസീവ് ആയ സമയം മുതൽ, അതിന് തൊട്ട് മുമ്പ് മുതൽ ഈ മനുഷ്യൻ വായ് അടഞ്ഞ് നാവ് അടഞ്ഞ് മിണ്ടാൻ പറ്റാത്ത പരുവത്തിലായി. ഒരു ഭാഗത്ത് അവർക്ക് സന്തോഷത്തിന് വകയുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ആളിന് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞാൽ ശാപം കിട്ടിയതാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മളങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ നോക്കിയേ, രണ്ടും മഹത്വകരമായ ദൈവനാമം മഹത്വമാക്കി തീർത്ത ദൈവം. സ്തോത്രം. ജനനത്തിങ്കൽ യോഹന്നാന് പേരിടുന്ന കാര്യം വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ പിന്നെ സംഭവിച്ചത്, ആമേൻ, യോഹന്നാനെ കുറിച്ചുള്ള മഹത്വം ലോകത്തിൽ എങ്ങും പ്രഘോഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യഹൂദ്യദേശം മുഴുവനും സക്കറിയാവ് വർത്താനം പറയാൻ തുടങ്ങി എന്നറിഞ്ഞു. ആമേൻ. എന്താ അല്ലേ? ഇതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ കരമായിരുന്നു. സ്തോത്രം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങളുടെ പേരും മുഖാന്തരം നിങ്ങളുടെ കുടുംബം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ആ രാജ്യത്ത്, ആ സംസ്ഥാനത്തിൽ അവൻ ദൈവനാമം മഹത്വമാക്കി തീർക്കും ദൈവം. സ്തോത്രം. ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പണ്ട് പറഞ്ഞ സംഭവം നമുക്കറിയാം. ഞാൻ നിന്റെ പേര് വലുതാക്കും. നിങ്ങളുടെ പേരിൻ്റെ മുൻപിൽ എന്തുണ്ടെങ്കിലും, അതൊരു പക്ഷേ പാസ്റ്ററാകാം, ഡോക്ടറാകാം, ഇവാഞ്ചലിസ്റ്റ് ആകാം. പിന്നെ ഇതൊന്നും ഗ്രേഡ് കുറഞ്ഞതല്ല കേട്ടോ, ഇതൊന്നും ഗ്രേഡ് കുറഞ്ഞതല്ല. അതങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊന്നും ഗ്രേഡ് കൂടിയതും കുറഞ്ഞതുമല്ല. ഇതെല്ലാം ദൈവനാമം നിമിത്തം നിങ്ങൾക്ക് ലഭിച്ചതാണ്. സ്തോത്രം. അല്ലാണ്ട് നിങ്ങളിത് കാശ് കൊടുത്ത് മേടിച്ചാണോ? അല്ല, ഒരിക്കലും അല്ല. സ്തോത്രം. ദൈവനാമം നിമിത്തം നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഒരാളുടെ പേര് ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ അതിന് കണ്ണ് കടിച്ചിട്ട് കാര്യമൊന്നുമിരുന്നേ. ചില ആൾക്കാർക്ക് ഭയങ്കര കണ്ണിക്കടിയൊക്കെയാണ്. അത് വേറെ വല്ലവർക്ക് കിട്ടിയായിരുന്നെങ്കിൽ അവരത് ഘോഷിച്ചേനെ. അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ആർക്കെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അത് വലുതാക്കി പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞു. ഇതിപ്പം ഏതോ പാവപ്പെട്ടവന് കിട്ടിയില്ല, അതാണ് ബുദ്ധിമുട്ട്. സാരമില്ല, പോട്ടെ. അത് അസൂയക്കകത്തുനിന്ന് വരുന്നതാണ്. അസൂയ ഇല്ലെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഭയങ്കര വയറ്റുവേദന ആ കാര്യത്തിൽ. എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ, പലകയിൽ പേരെഴുതിയേക്ക യോഹന്നാൻ. നമ്മളാണെങ്കിൽ പറഞ്ഞാൽ പലകയുടെ ആവശ്യമൊന്നുമില്ല. ഈ പേര് നിങ്ങൾ വർത്താനം പറയുമ്പോൾ ഈ പേരങ്ങ് പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയും, ഇല്ലേ? യോഹന്നാനോട് പറയും, കക്കരയെ പറയാം, ഒരു പലക എടുത്തിട്ട് ഞാൻ എഴുതിത്തരാം, എന്താ പേര്, അവൻ ഇടേണ്ട പേരെന്താ അവൻ എഴുതി കൊടുക്കുകയാണ്, യോഹന്നാൻ. എല്ലാവരും ഞെട്ടി. പ്രൈസ് ദി ലോർഡ്. സകലരും സ്തംഭിച്ചു പോയി. ചേടാ, ഇതെങ്ങനെ ശരിയായി? ആ സഹോദരി പറഞ്ഞതും യോഹന്നാൻ എന്നാണ്, അപ്പം പറഞ്ഞത് യോഹന്നാനാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്നാണ് എഴുതിയേക്കുന്നത്, അല്ലേ? അതൊക്കെ ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങളുടെ പേര് ദൈവം പ്രസിദ്ധമാക്കാൻ പോവുക. നിങ്ങളുടെ പേര് ദൈവം പ്രസിദ്ധമാക്കാൻ പോവുക എന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മൾ പിന്നെ എളിമയിലോട്ടും താഴ്മയിലൊക്കെ എൻ്റെ പേരൊന്നും പ്രസിദ്ധിയാവണ്ട, എന്നെ ആരും അറിയൊന്നും വേണ്ട. അയ്യോ, ദൈവം നിന്നെ 10 പേരെ അറിയിക്കാൻ തീരുമാനിച്ചേക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. കാരണം ക്രിസ്തു നിമിത്തം, വേറൊന്നും നിമിത്തമല്ല, യേശുവിൻ്റെ സുവിശേഷ നിമിത്തം, ക്രിസ്തു നിമിത്തം. ക്രിസ്തുവിൽ പ്രസിദ്ധനാകാൻ പോവാ. നിങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധനാകാൻ പോവാ. അല്ലാതെ മോട്ടിച്ചിട്ട് പ്രസിദ്ധനാകാൻ പറ്റും, അല്ലേ? കള്ളം പറഞ്ഞ് പ്രസിദ്ധനാകാം, തല്ലുകൂടി പ്രസിദ്ധനാകാം, വൃത്തികേട് കാണിച്ച് പ്രസിദ്ധനാകാം, പിന്നെ എന്താണ്, കസേര കളി നടത്തി പ്രസിദ്ധനാകാം. പക്ഷേ ക്രിസ്തുവിൽ പ്രസിദ്ധനാകാൻ പോകാമെന്നാണ് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ക്രിസ്തുവിൽ, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ക്രിസ്തുവിൽ പ്രസിദ്ധനാകട്ടെ. സ്തോത്രം.
ഹല്ലേലൂയ. യോഹന്നാൻ പ്രസിദ്ധനായി. രാവിലെ പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ ഇത്. ഓ ഞങ്ങൾക്ക് എനിക്കതൊന്നും താല്പര്യമില്ല. അയ്യോ, യോഹന്നാൻ ഇതെല്ലാം താല്പര്യം ഉണ്ടായിട്ടാ യോഹന്നാനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാ എഴുതിയേക്കുന്നത്. എന്തല്ലേ, എത്ര ഹൈ പൊസിഷനിലെത്തി. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നീ ഇപ്പോഴെന്നെ ഇരുത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജ്, അതൊരു പക്ഷേ പാസ്റ്ററാകാം, ഇവാഞ്ചലിസ്റ്റാകാം, സ്തോത്രം, ഒരു അപ്പോസ്റ്റലനാകാം, ഒരു ഉപദേഷ്ടാവാകാം, ഒരു പ്രവാചകനാകാം. ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. ഒന്നും ഇച്ചിച്ചിയല്ല കേട്ടോ. പാസ്റ്റർ മാത്രം നല്ലത്, ബാക്കിയെല്ലാം ഏതാണ്ട് താഴെ കിടക്കുന്ന സാധനമായിട്ട് കാണണ്ട കേട്ടോ. അത് നമ്മുടെ അറിവില്ലായ്മ. തീർച്ചയായിട്ടും എല്ലാം ദൈവം കൊടുത്തതാണ്, ദൈവം കൊടുത്തതാണ്. 5 ഫോൾഡ് മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ പണ്ടൊരു പ്രസംഗം നടത്തിയായിരുന്നു. 5 ഫോൾഡ് മിനിസ്ട്രി അല്ലേ. അവന് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ അങ്ങനെ 5 പേരുടെ 5 ഡിപ്പാർട്ട്മെൻ്റ് എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അവൻ 3 ഡിപ്പാർട്ട്മെൻ്റ് എഴുതിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫെയ്ഡാക്കി. സ്തോത്രം. നിങ്ങളെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധനാകും. കർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധനായിരിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപയോടെ ദൈവസന്നിധിയിൽ നിൽക്കാം, നിന്നാൽ മാത്രം മതി. രാവിലെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണുകളടച്ചോ. നല്ല ദൈവം സ്വർഗ്ഗീയ പിതാവേ, അവർക്ക് പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അവർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൊസിഷൻസ് എല്ലാം അങ്ങ് നൽകിയത് തന്നെയാണ്. അവർ ഒരുപക്ഷെ സഭാ ശുശ്രൂഷകനായിരിക്കാം, ഒരു സുവിശേഷകനായിരിക്കാം, ഒരു ഇടയനായിരിക്കാം, കർത്താവ് ഒരു ഉപദേഷ്ടാവായിരിക്കാം, ഒരു അപ്പോസ്തലനായിരിക്കാം, ഒരു പ്രവാചകനായിരിക്കാം. തങ്ങളുടെ നിരയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന എല്ലാ കർത്താവെ പ്രസിദ്ധിയും അങ്ങ് നിമിത്തം ഉണ്ടായതാണ്. ഞങ്ങൾ പ്രസിദ്ധിക്ക് വേണ്ടി നടക്കുന്നവരല്ല, അങ്ങ് നിമിത്തം ഞങ്ങൾക്ക് പ്രസിദ്ധി ഉണ്ടാകുന്നത് മാത്രമാണ്. ഞങ്ങൾ തിരിച്ചറിയുന്നു. വീണ്ടും വീണ്ടും തിരുസന്നിധി ഞങ്ങൾ താഴുന്നു. കർത്താവെ, തിരുമുൻപാകെ ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ രാവിലെ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയരെ, നിങ്ങൾ കർത്താവിൽ പ്രസിദ്ധനാകാൻ പോകുമെന്ന് പറഞ്ഞപ്പം സന്തോഷമായോ രാവിലെ? സ്തോത്രം. ആമേൻ. ചില ആൾക്കാർക്ക് പിന്നെ അത് കേട്ടാലും ഒരു സന്തോഷവും ഇല്ല. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകപ്രകാരം നമുക്ക് ഈ ലോകത്തിൽ തന്നെ ദൈവം മാന്യത വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അത് മാന്യത, ആ മാന്യത ദൈവം വെച്ചിരിക്കുന്ന മാന്യത, ലോകം തരുന്ന മാന്യത നമുക്ക് വേണ്ട. ദൈവം വെച്ചിരിക്കുന്ന മാന്യത 2 കൈ നീട്ടി സ്വീകരിച്ചോ, ഒരു കുഴപ്പമില്ല. കർത്താവ് തരുന്നതല്ലേ. സ്തോത്രം. ആ മാന്യതയിൽ മാനം നഷ്ടപ്പെടാതെ കേട്ടോ, ആ മാന്യതയിൽ മാനം നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കാം. അതിനുവേണ്ടി പ്രയത്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.